ഹലോ. അപ്പോൾ നമ്മളെ വീട് കിടന്ന് വെട്ടി തിളങ്ങുന്നു കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ ഉത്സവം തുടങ്ങിയിട്ടാ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊടിയേറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ തലേദിവസമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒരു ഇതിലാണ് കേട്ടോ, സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ വീട് മൊത്തം പണിയായിരുന്നു. വീട് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും വൃത്തിയാക്കലൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ വീട് വർണ്ണമായി ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. പല കളറുകളിലെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് ലൈറ്റുകളുണ്ടല്ലോ, ഇഷ്ടമല്ല. അപ്പോൾ അതുണ്ട്. അങ്ങനെ പിന്നെ മാലബൾബ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീടിന് ചുറ്റിലിട്ടിട്ടുണ്ടായിരുന്നു. ചുറ്റിലും ഇല്ല. ഇപ്രാവശ്യം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, സൈഡിൽ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ടിലും സൈഡിലും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ ഗ്യാസ് അടുപ്പ് പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെടുത്ത് താഴേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നി അവിടെ മൊത്തം ഗണ്ണൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടേക്കണം മുറ്റൊക്കെ. അപ്പോൾ നല്ല പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാരമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. പക്ഷേ നേട്ടൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊരു സൈഡിൽ കൂടെ അങ്ങനെ കേട്ടിങ്ങനെ എന്താ പറയുക, കേട്ടിങ്ങനെ വിടുന്നുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, പൂയെന്ന് പറയുന്നത് നമ്മുടെ തട്ടകത്തെ പൂയാണ്. അപ്പോൾ അത് നമുക്ക് ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെ മുരുകൻ്റെ അത് ജനിച്ചപ്പോൾ മുതലേ നമ്മളത് ശീലിച്ചൊരു കാര്യമാണ്. ഓണം വിഷു ഒന്നും ഇത്രയ്ക്കില്ല. പക്ഷേ വിഷു ഇപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ആഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സന്തോഷമാണ്. പക്ഷേ അല്ലാതെ ഈ പൂവെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വേറെ നമുക്ക് കൂടമാണിക്ക അമ്പലത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ പോവാറുമില്ല, അങ്ങനെയൊന്നും പോവില്ല. പക്ഷെ ഇത് നമ്മളുടെ ഭയങ്കര രസമാണിത്. ഇപ്പം ഞാൻ കണ്ടില്ലേ, പാചകം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ തുടങ്ങി രാവിലെ പാചകത്തിനൊന്നും ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. ആണ് ഇപ്പോഴേ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ അഭിഷേകത്തിന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, വീണ്ടും നമ്മൾ കാവടി കാണാൻ പോകണം. പിന്നെ പൂരം കാണാൻ പോകണം. പിന്നെ രാത്രി കാവടി കാണാൻ പോകണം. അങ്ങനെ കുറേ നല്ല രസമാണ് കേട്ടോ. അത് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചൊരു കാര്യമായിപ്പോയി. അപ്പോൾ ശീലിച്ചത് പാലിക്കുമെന്ന് പറഞ്ഞ പോലെ അത് മാറ്റാൻ പറ്റില്ല. ഏട്ടനൊക്കെ കളിയാക്കും, ഇത് അങ്ങനെയൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ എപ്പോഴും എനിക്ക് കഴിഞ്ഞില്ലേ ഒരു പോയി എന്നൊക്കെ പറയും. പക്ഷെ അത് എന്താ ശീലിച്ച് പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ആഘോഷിച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഈ കാവടിയൊക്കെ കുറേ കാവടികളുണ്ട് കേട്ടോ. 5-8 സെറ്റ് കാവടിയൊക്കെ ഉണ്ട്. അല്ലാതെ നല്ല വെയിലല്ല, അല്ലാതെ ഒന്നും വീഡിയോയെടുക്കാൻ പറ്റിയില്ല. പിന്നെ തെയ്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തെ ജനകീയ കമ്മിറ്റി എന്ന് പറയുന്ന പടിയൂരുണ്ട്. അപ്പോൾ അതിൻ്റെ കാവടിയാണ് കേട്ടോ. അത് വലിയൊരു കാവടിയാണത്. നല്ല ഭംഗിയില്ല. അടുത്തൊരു വീഡിയോ പൂരത്തിൻ്റെ ഇടാം കേട്ടോ.